അപ്പോൾ ചൊല്ലുന്നവരും ചെയ്യുന്നവരും നമ്മളെ ശക്തീകരിക്കാൻ, അതിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിപ്പിക്കാൻ എന്താ മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ചൊല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരും ചെയ്യുന്നവരും എന്ത് മനോഭാവത്തോടെയാണത് ചെയ്യേണ്ടത്? അതാണ് വിഷയം. നമുക്ക് ചില സാങ്കേതികമായിട്ടൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കാൻ വിതരണം ചെയ്യാം. നിങ്ങൾക്ക് രോഗികൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാം. ഉടമ്പടി പ്രകാരം നിങ്ങൾ വസ്ത്രം കൊടുക്കും. പക്ഷെ എന്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ് യു ഹാവ് എന്നൊരു ചോദ്യം ഈശോ ചോദിക്കും. എന്തരൂപിയിലാണ് നിങ്ങളിത് ചെയ്യുന്നത്? അതാണ് ലൂക്കാ 9:55 ഫുട് നോട്ടിലേ ഉള്ളത്. നിങ്ങൾ എന്തരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളത്? എന്തരൂപി ഉണ്ടാവണം? സ്നേഹത്തിൻ്റെ അരൂപി ഉണ്ടാവണം. ആരോടുള്ള? ഈശോനോടുള്ള. അതാണ് നോൻപ് കാലത്തിൻ്റെ ചൈതന്യം. നമ്മളെ ശക്തമാക്കുന്ന അതാണ്. ചെയ്യണ സാങ്കേതികമായി നമ്മൾ എണ്ണിത്തയച്ച് ചെയ്യണതല്ല, ആ നമ്പർ ഒപ്പിച്ച് ചെയ്യണതല്ല, അത് സാങ്കേതികമായി ചെയ്യണതാണ്. നമുക്ക് നമ്പറിലല്ല പെർഫെക്ഷൻ വരണത്, കർത്താവിനോടുള്ള സ്നേഹത്തോടെയാണോ അത് ചെയ്യണത്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വിശേഷവിധിയായി അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയോടുള്ള സ്നേഹത്തോടെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സവിശേഷമാംവിധം ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കരങ്ങളടിച്ചോണ്ട് പാടാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശേഷവിദ്യ നമ്മുടെ ജീവിത മേഖലകളെ, ഞങ്ങളുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തുക. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. കരങ്ങൾ ഉയർത്തി. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. എന്താ ഇങ്ങനെ പറയണമെന്നറിയാവോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ് യു ഹാവ്, അതായത് ലൂക്കാ 9:55 എന്തരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളത്? എന്തരൂപി ഉണ്ടാകണമെന്നാണ് പറയണത്? കർത്താവിനോടുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ അരൂപിയാണ് ഉണ്ടാകണത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ നോൻപിൽ വളരണത്. എന്താ കാര്യം എന്നറിയാവോ? മനുഷ്യനുള്ളത് എന്താണെന്ന് അവന് അറിയാമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2:24. യോഹന്നാൻ 2:24. ഇപ്പം നിങ്ങൾ രോഗികളെ കുളിപ്പിക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും വസ്ത്രം ദാനം ചെയ്യുമ്പോഴും വാട്ട് സ്പിരിറ്റ്, എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് എന്ന ചോദ്യത്തിന് കൂടി യുക്തിപരമായ മറുപടി പറയാൻ കഴിഞ്ഞാലേ ഈ ശക്തി നമുക്ക് സംശീകരിക്കാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? നമ്മളിൽ ഉള്ളിൽ ഇതെങ്ങാനെങ്കിലും ഒപ്പിച്ച് കൂട്ടി കഴിയണം, അല്ലെ ഉടമ്പടി എടുത്തു പോയില്ലേ, ഇനി വിളക്കാൻ തക്കണ പാണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചുണ്ടാക്കുമ്പോൾ സാങ്കേതികമായി പോകും, അവിടെ സ്പിരിറ്റ് പോകും. അതുകൊണ്ടാണ് നിങ്ങളെ ആൾക്കാർ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ പത്രം കൊടുപ്പിക്കുന്നത്. ചില ആൾക്കാർ അവർ എടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ഈ ഒരു ശാരീരിക അവസ്ഥയ്ക്ക് പത്രം ആര് കൊടുത്തു ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കണ വേലക്കാരത്തിനെ കൊണ്ട് കൊടുപ്പിച്ചെന്ന് പറഞ്ഞു.
ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വേലക്കാർ വരാൻ പറഞ്ഞു. എന്താ പ്രശ്നം? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ആരാ എടുത്തിരിക്കണേ? ഉടമ്പടി നമ്മൾക്ക് ആർക്ക് നമ്മൾ ദൈവദൃശ്യനെ എടുത്ത ഉടമ്പടി നിങ്ങളത് പിന്നീട് കൊട്ടേഷൻ കൊടുക്കരുത് വേറെ ആൾക്കാർക്ക്. ബംഗാളിക്ക് കൊട്ടേഷൻ കൊടുത്ത ഉടമ്പടിക്ക്. അതാണ് പ്രശ്നം. ചുരുക്കാൻ പറഞ്ഞാൽ പത്തനംതിട്ട ഒരു ചേച്ചി ചെയ്തതാണ് വിശേഷം. അവർക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷെ നമ്മൾ ആന്തരിക കാര്യം ദൈവം എന്താ നോക്കണത്? മനുഷ്യരിലുള്ളത് എന്താണെന്ന് അവനെ അറിയാമായിരുന്നു. കാര്യം ഉള്ളത് എന്താണെന്ന് യോഹന്നാൻ 2:24 വിഷയമാണ്. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഈ പത്രോസ് ഇത്രയും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉയരാൻ കാര്യം എന്താണെന്നറിയാവോ? കർത്താവിനോട് അയാൾക്ക് പൊരിഞ്ഞ സ്നേഹമായിരുന്നു. കർത്താവ് പറഞ്ഞത് ഭയങ്കര, കർത്താവ് കണ്ണിക്കണ്ണ് കാണാനില്ലാത്ത കാലത്തും കർത്താവ് പറഞ്ഞ വാക്ക് അങ്ങേര് മറന്നില്ല. കർത്താവ് എന്നാ പോകാൻ നേരത്തെ പറഞ്ഞത്? നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. അതാണ് നടപടി 1:4. പാവപ്പെട്ടവൻ വിട്ടുപോയില്ല. വീട്ടിൽ പോകാമായിരുന്നു, പോയില്ല. കഫർനാമിൽ പോകാമായിരുന്നു, പോയില്ല. ഞാൻ എപ്പോഴും ഓർത്തും 10 ദിവസം വള്ളവും വലിയ അവിടെയല്ലേ, ഭാര്യ അവിടെയല്ലേ, മക്കൾ അവിടെയല്ലേ, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും കഫർനാമിലല്ലേ. നീ എന്തിനാ കർത്താവ് മരിച്ചിട്ടും ചത്ത് കെട്ടി ഇവിടെ പിടിച്ചു തൂങ്ങിക്കിടക്കണത്? അപ്പോൾ പത്രോസ് പറയും, ഈശോ പറഞ്ഞായിരുന്നു പോകരുതെന്ന്. ആരെല്ലാം വീട്ടിലുണ്ടായാലും നിനക്കൊരു നേരം ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിലും നീ വീട്ടിൽ പോകരുത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിൻ്റെ വാക്ക് സ്നേഹത്തോടെ അവൻ ഓർത്ത്. അതാണ് ബൈബിൾ പറയണത്. നടപടി 3:1 പറഞ്ഞില്ലേ, 9-ാം മണിക്കൂറിൽ അവൻ കർത്താവിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. നടപടി 3:1. എന്താ കാര്യം? വൈഫും കുഞ്ഞുങ്ങളും വീട്ടിലുണ്ട്. ഇവിടെ ഭക്ഷണം വെച്ച് തരാൻ പോലും ആരുമില്ല, കാശും കയ്യിലില്ല. ഇത്രയും സാമ്പത്തിക തകർച്ച, എല്ലാം പഠിപ്പിച്ച കർത്താവും കൂടെ ഇല്ലാത്തതുപോലെയുള്ള ശാരീരിക സാന്നിധ്യമില്ല. അപ്പോഴും കർത്താവിൻ്റെ വാക്കുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞായിരുന്നു? നീ ജെറുസലേം വിട്ടു പോകരുത്. അവൻ കഫർനാമിലേക്ക് പോയില്ല. അവൻ്റെ വൈഫിനേക്കാളും അവൻ്റെ മക്കളെക്കാളും അവൻ്റെ കുടുംബക്കാരെക്കാളും വീടിനേക്കാളും അവന് കർത്താവിൻ്റെ വചനം അവൻ്റെ ജീവനേക്കാൾ വിലയുള്ളതായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം ശക്തമാണ് കർത്താവേ. ആകാശം മാറിപ്പോയാലും ഭൂതലം മാറിപ്പോയാലും മാറാത്ത വചനമാണ്. അത് ശക്തിയും അഭിഷേകമുള്ളതാണ്. അഭിഷേക വചനത്തെ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനേ ആരാധന. കാളും നീ വലിയതാണെനിക്ക്. സ്നേഹത്തോടെ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന, ജീവനേക്കാൾ ശ്രേഷ്ഠമാണ്. പത്രോസ് നല്ല ഓർമ്മയുള്ളവനായിരുന്നു. കർത്താവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് നല്ല ഓർമ്മയുള്ളവനായിരുന്നു. അതുകൊണ്ട് മ്ലാനതയില്ലായിരുന്നു അവന്. ക്രിസ്ത്യാനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അവന് മാനതയുണ്ടാകത്തില്ല. എന്താ ഈ മ്ലാനത എന്ന് പറയുന്നത്? ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. പത്രോസിന് ഓർമ്മയുണ്ടായിരുന്നല്ലോ. ആരുടെ വചനത്തെക്കുറിച്ച്? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്. കർത്താവ് എന്നാ പറഞ്ഞത്? ജെറുസലേം വിട്ടു പോകരുത്. ആ ഓർമ്മയുണ്ടായിരുന്നു ആ വചനത്തെക്കുറിച്ച്. അതുകൊണ്ട് നടപടി 1:4 പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിൻ്റെ വാക്കോർത്തുകൊണ്ട്, ദൈവമേ, എനിക്കും നിനക്കും ഓർമ്മയുണ്ടാകാൻ ഏറ്റവും നല്ലത് എന്താണ്? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പത്രോസിന് ആ വചനത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നടപടി 3:1 പറയണത് അവൻ ജെറുസലേം വിട്ടുപോയില്ല, കർത്താവിൻ്റെ തിരുസന്നിധി തന്നെയായിരുന്നു എന്ന്. എല്ലാ പതിവ് സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ അവൻ ദേവാലയത്തേക്ക് പോയി 9-ാം മണിക്കൂറിലും.
എന്താ പത്രോസിന് ഓർമ്മയില്ല? ഓർമ്മയുണ്ടായിരുന്നു, പത്രോസിന് മ്ലാനതയില്ലായിരുന്നെന്ന് പറയാൻ കാര്യം എന്താ? ഓർമ്മയുള്ളവന് മ്ലാനത ഉണ്ടാകത്തില്ല. ഓർമ്മയില്ലാത്തവന് മ്ലാനത ഉണ്ടാകും. മ്ലാനത ഉണ്ടായിരുന്ന മനുഷ്യനോടാണ് കർത്താവ് ചോദിച്ചത്, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കണ്ട, മർക്കോസ് 8:17 കർത്താവ് ചോദിച്ചതാണ്, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തിന് തർക്കിക്കുന്നു? എന്തിന് നിങ്ങൾ മ്ലാനത കാട്ടുന്നു? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് ഓർമ്മയുണ്ടത്? 5 അപ്പം 5000 പേർക്ക് വേണ്ടി ഭാഗിച്ചത് ഓർമ്മയില്ലേ? 7 അപ്പം 4000 പേർക്ക് വേണ്ടി ഭാഗിച്ചത് ഓർമ്മയില്ലേ? എത്ര കൊട്ടെന്നറിയേ നിങ്ങൾ ശേഖരിച്ചോ? എന്തിനാണ് നിങ്ങൾ മ്ലാനതയായിരിക്കണത്? ഓർമ്മയില്ലാത്തവരെല്ലാം മ്ലാനതയാകും. ഓർമ്മ വിശ്വാസമാണ്. ഓർമ്മ അവരെ കുറിച്ചുള്ള സ്നേഹമാണ്. കൈയടിച്ച് കർത്താൻ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ വീശി കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ അഭിഷേകിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്നു. അത് ഓർമ്മയായി സൗഖ്യമായി. ഇപ്പം മ്ലാനത വരുമ്പോഴേ ഓർമ്മ പോയെന്ന് അതിൻ്റെ അർത്ഥം. പേടിയാ, മ്ലാനത വരുമ്പോൾ ഓർമ്മ പോയി. എന്തിനെക്കുറിച്ചുള്ള ഓർമ്മ പോയി? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദൈവം ഇതിനേക്കാൾ വലിയ കഷ്ടപ്പെട്ട കാലങ്ങളിൽ നിന്നെ സന്ധിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ അത് പോയി. മ്ലാനത വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർമ്മ പോയെന്നാണ്. എന്തിൻ്റെ ഓർമ്മ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ദൈവം നിന്നെ പരിപാലിച്ചതിൻ്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മ പോയ 2 കക്ഷികളാണ് നാട് വിട്ടു പോയത്. ആത്മഹത്യ ചെയ്യുന്നവരും നാട് വിട്ടു പോകുന്നവരും, പ്രാർത്ഥന ജെറുസലേം വിട്ടുപോകുന്നവർ. വിട്ടുപോകണതില്ലേ? കർത്താവ് പറഞ്ഞ വാക്കാണ് വിട്ടുപോവുക. ചിലപ്പോൾ നമുക്ക് ജെറുസലേം വിട്ടു പോകേണ്ടി വരും. ഓർമ്മ പോകുമ്പോൾ ദൈവസന്നിധാനം വിട്ടുപോകും, നാട് വിട്ടുപോകും. ക്ലയഫാസ് അങ്ങനെ വിട്ടുപോയ ഒരു ശിഷ്യനാണ്. അവൻ നാട് വിട്ടുപോയി, ജെറുസലേം വിട്ടുപോയി. അവനോട് കർത്താവ് ചോദിച്ചു, എന്തിനീ മ്ലാനത? ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. ഇല്ലേ? ലുക്ക 24:25 ക്ലയഫാസ് ജെറുസലേം വിട്ടുപോയി. എന്താ കാര്യം? അവനോട് കർത്താവ് ചോദിച്ചു, ഓർമ്മയില്ലേ? ഞാൻ വിട്ടുപോകരുതെന്ന് പറഞ്ഞതല്ലേ? ഓർമ്മയില്ലേ? എന്തിനാണ് മ്ലാനത? നിങ്ങളെ മ്ലാനവദനരായി എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? അവിടെ മ്ലാനതയാണ് വരണത്. മ്ലാനത വന്നതിൻ്റെ അർത്ഥം എന്താണ്? വിട്ടുപോയെന്നർത്ഥം. മ്ലാനത വന്ന അതിൻ്റെ അർത്ഥം എന്താണ്? ഓർമ്മയില്ലെന്നർത്ഥം. ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസമില്ലെന്നർത്ഥം. പ്രവാചക വചനങ്ങൾ വിശ്വസിക്കാൻ കഴിയാതിരുന്ന മന്ന ബുദ്ധികളെ എന്ന് ചോദിക്കുന്നില്ലേ? ഓർമ്മ പോകുമ്പോഴേ കർത്താവ് നമ്മളെ മന്ദബുദ്ധി എന്ന് വിളിക്കാം. ഓർമ്മ പോണത് ബുദ്ധിക്കുറവാണെന്നാണ് ഈശോ പറയണത്. എന്തിനെക്കുറിച്ചുള്ള ബുദ്ധിക്കുറവാണ്? കർത്താവിൻ്റെ വചനങ്ങൾ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഓർക്കാൻ കഴിയാവുന്നതിൻ്റെ ബുദ്ധിക്കുറവ്. പ്രാർത്ഥിക്കുക, കർത്താവേ, ജെറുസലേം വിട്ടുപോവാതെ അങ്ങയുടെ വചനങ്ങൾ ഓർത്തുകൊണ്ട് എൻ്റെ കഷ്ടപ്പെട്ട ആളിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ സന്ധിപ്പോർത്തുകൊണ്ട് നിന്റെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുവാൻ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ദൈവമേ, ജെറുസലേം വിട്ടുപോകാതിരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ, കൂദാശ വിട്ടുപോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ വിട്ടുപോകാതിരിക്കാൻ, ദിവകൃപാൽ വിട്ടുപോകാതിരിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ വിട്ടുപോകാതിരിക്കാൻ, ഉടമ്പടി എന്ന അഭിഷേക ശക്തിയാൽ ഞങ്ങളെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും ഒഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ഇരിക്കുന്നവരെഴുന്നേക്ക്. നമ്മളെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ വരദാനങ്ങളിലൊന്നാണ് കൈവച്ച് പ്രാർത്ഥന. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ നാമത്തിൽ, അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കും. ഈ സെക്കൻഡിൽ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും. കാര്യമെന്താ? നമ്മൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമുക്ക് മ്ലാനതയില്ല. എല്ലാം നമ്മൾ അവൻ്റെ വചനത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. അവൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടാകാൻ മാത്രമുള്ള സ്നേഹമുണ്ട്. ഓർമ്മയുണ്ടാകാൻ മാത്രമുള്ള വിശ്വാസമുണ്ട്. അല്ലേ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉദര രോഗികളെ ഉദരത്തിൽ കൈവെക്കുക. കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. നമ്മുടെ ഓർമ്മയിലാണ് അവൻ്റെ പ്രസൻസ്. ഹിസ് പ്രസൻസ് ഇസ് ഹിസ് മെമ്മറി, അവർ മെമ്മറി അബൌട്ട് ഹിം. ഹിസ് പ്രസൻസ്. കുർബാനയും നമ്മൾ അതാണ് പറയുന്നത്. ഹിസ് പ്രസൻസ് ഇസ് അവർ മെമ്മറി അബൌട്ട് ഹിം. അവൻ്റെ സാന്നിധ്യം, അവനെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഈശോ ഉദര രോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദര രോഗികളെ ഉദരത്ത് കൈവെക്കട്ടെ. ഹല്ലേലൂയ, ഉദര രോഗികളെ ഉദരത്ത് കൈവെക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഉദര രോഗങ്ങള് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടൽ അൾസർ ഉള്ളവര് ഉദരത്തിൽ കൈവെക്കട്ടെ. ഗർഭപാത സിസ്റ്റുള്ളവര്, പിസിഒഡി രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ. ഉത്തരാശയത്തിൽ കല്ലുള്ളവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവര് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. അൾസർ രോഗികള്, അൾസസ് രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഫിഷ രോഗികള്, പിസ്തുല രോഗികള് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഉദര രോഗങ്ങള് വിട്ടുമാറട്ടെ. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന തത്സമയ സൗഖ്യങ്ങളെ ഓർത്ത് ആരാധിക്കുന്ന ദൈവമേ. ശ്രുതികട്ടെ. ഭാഷാപരത്തെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഭാഷാപരത്തെ ശ്രുതികട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് സൗഖ്യം നൽകിയ കർത്താവിനെ, അനുഗ്രഹിച്ച കർത്താവിനെ, വിദഗ്ധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്ന ദൈവം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറി വീര സുഖപ്പെടട്ടെ, ഇരുമുറി വീര സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം. ശ്വാസകോശ രോഗികള് സ്നേഹത്തോടെ, അവനോടുള്ള സന്തോഷത്തോടെ, അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആരാധന കൂടുന്ന എല്ലാ മക്കളും ഹൃദയരോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ.
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ കണ്ണ് രോഗികളെ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാത്ത വിധത്തിൽ ആ സമയത്ത് കണ്ണ് രോഗികളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നതായിട്ട് ഈശോയുടെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. തലവേദനക്കാരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പങ്ക്രിയാസ് രോഗികളും അവിടെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ അഭിഷിക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവജനം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കള് ശ്വാസകോശ രോഗികള്, കരൾ രോഗികള്, ഹൃദയരോഗികള്, പങ്ക്രിയാസ് രോഗികള്, ഈശോ നിന്റെ നാമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താവ് മക്കൾ സ്പർശിക്കപ്പെടട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്. ഈശോ സുഖപ്പെടുത്തുകയാണ്. കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശിരസ് രോഗികള്, തലവേദന വിട്ടുമാറാ തലവേദനയുള്ളവരെ നെറ്റിയിൽ കൈവെക്കട്ടെ. നാസികയിലെ അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ നെറ്റി കൈവെക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, കണ്ണ് മങ്ങുന്നവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെല്ലാം നെറ്റി കൈവെക്കട്ടെ. മുടിക്കൊഴിച്ചിലുള്ളവർ, തലച്ചോറിൽ സിസ്റ്റുള്ളവർ, തലച്ചോറ് ബ്ലോക്കുള്ളവർ, രക്തോട്ടം കുറവുള്ളവർ, തലമരവിപ്പുള്ളവരെല്ലാം നെറ്റി കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, കർത്താവേ, ഈശോ, ഈശോ നിന്റെ വിശുദ്ധ രക്തത്താൽ ശിരസ്സിനെ തളിക്കണമേ. വിശുദ്ധ രക്തത്താൽ ശിരസ്സിനെ തളിക്കണമേ. വിശുദ്ധ രക്തത്താൽ ശിരസ്സിനെ തളിക്കണമേ. തൊണ്ട രോഗങ്ങൾ, ഈശോ തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ശിരസ്സിൻ്റെ രോഗങ്ങൾ, പല്ല് വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, സൗഖ്യങ്ങളെ ഓർ നന്ദി പറയുന്ന കർത്താവേ, കരങ്ങൾ ഇടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടാം. ദൈവം നൽകിയ നന്ദി പറയാം. ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ കഴുകണമേ. തിരുക്കരത്താൽ ഭാഗ്യനെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടാകട്ടെ. മക്കളെ, അസ്ഥി രോഗികൾ, നടുവലിൻ്റെ കശേരി അകന്നിരിക്കുന്നവർ, ഹിപ്പിന് വേദനയുള്ളവർ, അസ്ഥിയുടെ ദ്രവിപ്പുള്ളവർ, അസ്ഥിക്ക് കമ്പിയിട്ടിരിക്കുന്നവർ, കമ്പി എടുക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിക്കുന്നവർ എല്ലാം ഹിപ്പിനാണ് ഇപ്പോൾ കൈവെക്കേണ്ടത്. കിഡ്നി രോഗികൾ ഉൾപ്പെടെ അരക്കെട്ടിൽ കൈവെക്കുക, അരക്കെട്ടിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക, കർത്താവേ
കർത്താവേ, കിഡ്നി രോഗികളെ സുഖപ്പെടുത്തുന്നതിന് രോഗികളെ സുഖപ്പെടുത്തുന്നു. ഈശോ ഈശോ ജീവിക്കുന്നതിനായ ദൈവമേ, ജീവിക്കുന്നവനായ കിഡ്നി ദൈവമേ, രോഗികളെ കിഡ്നി ഈ രോഗികളെ അനുഗ്രഹ നിമിഷങ്ങള് ഈ അനുഗ്രഹ നീ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിന് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു. നന്ദി പറയുന്നു. നന്ദി പറയുന്നു. വർദ്ധിച്ച സ്നേഹത്തോടെ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. കർത്താവേ, കർത്താവേ, അസ്ഥി രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, പലതരത്തിലുള്ള പലതരത്തിലുള്ള അസ്ഥികളിലെ അസ്ഥികളെ വേദനിക്കുന്നവരെ, വേദനിപ്പിക്കുന്നവരെ, കർത്താവേ, കർത്താവേ, തേയ്മാനമുള്ളവരെ, തേയ്മാനമുള്ളവരെ, വേക്കോസ് രോഗികളെ, വെരിക്കോസ് രോഗികളെ, വാതരോഗികളെ, വാതരോഗികളെ, കർത്താവേ, കർത്താവേ, ഈ നിമിഷം സ്പർശിക്കണമേ. സ്പർശിക്കണമേ. കർത്താവേ, കർത്താവേ, SL രോഗികളെ SL രോഗികളെ സ്പർശിക്കണമേ. സ്പർശിക്കണമേ. എപ്പിലെപ്സി രോഗികളെ എപ്പിലെപ്സി രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് അപൂർവ രോഗങ്ങള്, അജ്ഞാത രോഗങ്ങള്, അപൂർവ രോഗങ്ങള്, അജ്ഞാത രോഗങ്ങള് യേശു നാമത്തില്, യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അജ്ഞാത രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് സുഖപ്പെട്ട് നന്ദി പറയുന്ന കർത്താവേ, അപൂർവ ഗുരുതര രോഗങ്ങള് തത്സമയം സൗഖ്യപ്പെട്ട് നന്ദി പറയുന്നു. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യപ്പെട്ട് നന്ദി പറയുന്നു. സാക്ഷ്യം പറയുമാറ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെട്ട് നന്ദി പറയുന്നു. ആരാധിക്കുമ്പോൾ വിടുതൽ, ചേർന്ന് പാടാം ആരാധിക്കുമ്പോൾ സൗഖ്യം, എല്ലാവരും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹിയാത്മാവിൽ സമാധാന സന്തോഷം ദാനമായവർ നൽകിയിടും. സന്തോഷത്തോടെ പാടാം. ദേഹം ദേഹിയാത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യം. നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. മക്കളെ, ജീവിത മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ ജോലി, വീട്, വിവാഹം, ഭാഗ-ഉടമ്പടി, മക്കളില്ലാത്ത അവസ്ഥകൾ, അവന് ജോലിക്ക് ശമ്പളം കിട്ടാത്തവർ, കുറഞ്ഞു പോയവർ, ഓഫീസിൽ പ്രഷർ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഒക്കെ അവർക്കെല്ലാം പ്രാർത്ഥിക്കണം. വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ, 25 വർഷമായിട്ടില്ലാത്ത 2 വഴികളാണിന്ന് ഉടമ്പടിയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും, സർട്ടിഫിക്കറ്റുകൾ കളഞ്ഞു പോയവർ, വിത്ത് ഹീൽഡായവർ, സമയത്തിന് വേണ്ട സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തതിൻ്റെ പേരിൽ ക്ലേശിക്കുന്നവർ, ഒരു ഇയർ ബാക്കാകാനോ ഇയർ നഷ്ടപ്പെടാനോ സാങ്കേതിക സാധ്യതയുള്ളവർ, എന്ത് ജോലിക്ക് പോകണം, എവിടെ നാട്ടിൽ വേണോ വിദേശത്ത് വേണമെന്നറിയാതെ കുഴങ്ങുന്നവർ, പലതരം ഏത് കണ്ട് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വിഷമിക്കുന്നവർ, PR-ന് വിഷമിക്കുന്നവർ, എമിഗ്രേഷൻ വിഷമിക്കുന്നവർ, വിസയ്ക്ക് വിഷമിക്കുന്നവർ, പലതരത്തിലുള്ള ജോലി സംബന്ധമായ സാങ്കേതിക വിഷമതങ്ങളിൽ കുരുങ്ങിയിരിക്കുന്നവർ എല്ലാവരെയും ഈശോ സ്പർശിക്കുന്ന പരിശുദ്ധ അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് സന്തോഷമില്ല, അവർക്ക് സമാധാനമില്ല. കർത്താവ് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ള, ജീവിത വഴികളിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ളവർക്ക് യാക്കോബ് 2:16 അനുസരിച്ചുകൊണ്ട് ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ കരുണയുടെ സമയമാണ്, കരുണയുടെ സമയമാണ്, കരുണയുടെ സമയമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിശിഷ്ടമായ ജീവിത മണ്ഡലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. രക്ഷയായി തീരണമേ. കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ. രോഗദുരിതങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീട്ടിലേക്കുള്ള വഴിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്താനരഹിതരെ ആശീർവദിക്കണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ രൂഹായേ, സന്തോഷത്തോടെ താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ
പരിശുദ്ധ റൂഹായേ കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഉന്നത ശക്തി കരങ്ങൾ ഉയർത്തി സഹായക ഞങ്ങളിൽ നിറയണമേ ദൈവസ്നേഹത്തോടെ പാടാം. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.